ആയാൽ തീരാനുള്ളതല്ല ജീവിതം. ഇന്ന് തന്നെ ലഹരി ഉപേക്ഷിക്കൂ. ലഹരി ഉപയോഗമോ വിപണനമോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങളെ അറിയിക്കൂ. ബോധവൽക്കരണം നടത്തുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. എങ്കിലും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സാറന്മാരെ, അരക്കാൻ കൊണ്ടുവരുന്ന മാടിന് കുറച്ച് വെള്ളം കൊടുത്തെന്ന് എഴുതിയിട്ട് അത് മനുഷ്യത്താവൂലല്ലോ. ചാവാൻ നിൽക്കണ മാടിന് അതിന്റെ ദാഹം ഒട്ട് തീരത്തുമില്ല. അതായത് ഈ സർക്കാർ മദ്യത്തിൽ നിന്ന് നല്ലൊരു വിഹിതം ലാഭമായി എടുക്കുന്നുണ്ടല്ലോ, പോരാത്തതിന് മദ്യത്തിന് നല്ല വിലയും കൊടുക്കുന്നുണ്ട്. മദ്യം നല്ലപോലെ വിൽപ്പന നടത്തി അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിട്ട് മുക്കിന് ബാറുകളും ബിവറേജുകളും പുതുതായി ഓപ്പണും ചെയ്യുന്നുണ്ട്. അതായത് ഈ സർക്കാർ ആ മദ്യം എന്ന് പറഞ്ഞ ഒരു സാധനത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നല്ലേ അതിന്റെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അർത്ഥം. ശരി, സർക്കാരിന് മദ്യം വിൽക്കാം, മദ്യം ലഹരിയാണ്, അതൊരു അവശ്യ വസ്തുവിന്റെ കൂട്ടത്തിൽ നമുക്ക് പെടുത്താം വേണമെങ്കിൽ, കാരണം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമായി കരുതിക്കോളൂ. അതിനെ നമ്മൾ ഇതുപോലെ പ്രൊമോട്ട് ചെയ്തിട്ട് ഇതുപോലുള്ള വീഡിയോസുകൾ ഇറക്കി മദ്യം നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളതെന്ന് എനിക്ക് വ്യക്തമാകുന്നില്ല. ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിന് പകരം മദ്യം എങ്ങനെ ഉപയോഗിക്കാമെന്ന്, ലഹരി എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിപ്പിക്കുന്ന തരത്തിലൊരു വീഡിയോ ആണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ ഒരു ബോധവൽക്കരണമാണ് കൊടുക്കുന്നതെങ്കിൽ അതല്ലേ കുറച്ചുകൂടി ബെറ്റർ. ഒരിക്കലും മദ്യം എന്തായാലും ഇവിടെ നിരോധിക്കാൻ പോണില്ല, ആൾക്കാരത് ഉപയോഗിക്കാതിരിക്കാനും പോണില്ല. അപ്പം മദ്യം എങ്ങനെ ഉപയോഗിക്കാമെന്നും മയക്കുമരുന്നോ ലഹരിയോ എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം എങ്ങനെ എത്ര അളവിൽ ഉപയോഗിക്കാമെന്ന അറിവ് നമ്മൾ ജനങ്ങൾക്ക് വളരെ ചെറുതിൽ നിന്ന് തന്നെ പകർന്നു കൊടുക്കുന്നതല്ലേ അതിൻ്റെ ഒരു ശരി. അല്ലാതെ മദ്യം ഉപയോഗിക്കരുത്, മദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അപകടമാണെന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ ബിവറേജിൽ മദ്യം ഇങ്ങനെ തുറന്നു വെച്ചിരുന്ന എല്ലാവരും പോയത് വാങ്ങൂലേ? അപ്പം ഇതിൽ വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഇതിന് ഞാൻ വിമർശിക്കുന്നു. അപ്പം ശരി.